നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനം കാത്തിരുന്ന ഏറ്റവും വലിയ ധനസഹായ വിതരണം 2 മാസത്തെ ക്ഷേമ പെൻഷനുകൾ നാളെ മുതൽ വിതരണം ആരംഭിക്കുകയാണ്. 3200 രൂപയാണ് നമുക്ക് എത്തിച്ചേരുന്നത്. 2 ഗഡുക്കളാണ് എത്തിച്ചേരുന്നത്. ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം സ്വീകരിക്കുന്നവർക്ക് ആ രീതിയിൽ, ഇനി കൈകളിൽ ധനസഹായം സ്വീകരിക്കുന്നവരുടെ വിവിധ വെല്ലുവിളികൾ നേരിടുന്നവർ അവർക്ക് ആ രീതിയിലും ധനസഹായത്തിന്റെ വിതരണം നടക്കുന്നതായിരിക്കും. 1600 കോടിക്ക് മുകളിലാണ് ഇതിനുവേണ്ടി സർക്കാർ ഇപ്പോൾ തുക വകയിരുത്തിയിട്ടുള്ളത്. നാളെ മുതൽ വിതരണം ആരംഭിക്കുമെങ്കിലും നാളെ തന്നെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും ധനസഹായം എത്തിച്ചേരണമെന്നില്ല. കാരണം ഇതിൻ്റെ വിതരണ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി പ്രോസസ്സിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ താമസം നേരിട്ടേക്കാം. അതുകൊണ്ട് തന്നെയാണ് വിതരണത്തിന് വേണ്ടി ഒരാഴ്ച സമയം സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാളെ വിതരണം ആരംഭിക്കുമെന്നാണല്ലോ പറഞ്ഞത്. കൃത്യസമയത്ത് തുക ലഭിച്ചിട്ടില്ല എന്നൊക്കെ മുൻ പ്രാവശ്യങ്ങളിലും ഒരുപാട് ആളുകൾക്ക് ഒരു പരാതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നാളെ തന്നെ കൃത്യമായിട്ട് ഇത് എത്തിച്ചേരണമെന്നില്ല. നാളെയും മറ്റന്നാളും അല്ലെങ്കിൽ തുടർന്ന് വരുന്ന ദിവസങ്ങളോടെ എല്ലാം ഈ വിതരണം പൂർത്തിയാക്കുന്നതായിരിക്കും. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, പെൻഷൻ വാങ്ങുന്നവരിൽ വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും ശ്രദ്ധിക്കുക. ഈ മാസം 31-ാം തീയതിക്ക് മുൻപ് നമ്മൾ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷ വെക്കേണ്ടത് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയാണ്. ആധാർ കാർഡ്, റേഷൻ കാർഡ്, അതോടൊപ്പം തന്നെ വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം, ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ്, ഇത്തരം രേഖകളുമൊക്കെ ആയിട്ട് വേണം ഇതിലേക്ക് നമ്മൾ അപേക്ഷ വയ്ക്കാൻ. നിലവിൽ 60 വയസ്സിൽ താഴെയുള്ളവരാണ് രേഖകൾ ഹാജരാക്കേണ്ടത്. രേഖകൾ ഹാജരാക്കിയില്ല എങ്കിൽ നമുക്ക് 2025-ൽ പെൻഷൻ തടയുന്നതാണ്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, റേഷൻ കാർഡ് ഉള്ളവർ തീർച്ചയായിട്ടും അറിയിപ്പൊന്ന് ശ്രദ്ധിക്കുക. റേഷൻ വ്യാപാരികൾ ഉൾപ്പെടെ സമരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സർക്കാരുമായിട്ടുള്ള ചർച്ച പരാജയപ്പെട്ടു. 27-ാം തീയതി മുതൽ സമരം ആരംഭിക്കും. റേഷൻ കടകൾ അടഞ്ഞു കിടക്കും. നമുക്ക് റേഷൻ വാങ്ങാനുണ്ടെങ്കിൽ എത്രയും വേഗം വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. റേഷൻ തുടർച്ചയായിട്ട് വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് പ്രശ്നം. കാരണം നമ്മുടെ കാർഡ് മുൻഗണനേതര വിഭാഗത്തിലേക്ക് മാറ്റപ്പെടും. ലഭിക്കുന്ന ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. ഉദ്ദേശിക്കുന്ന നമുക്ക് അനുവദിച്ചിട്ടുള്ള അത്രയും ഭക്ഷ്യധാന്യം നൽകാൻ പോലും പല റേഷൻ കടയിലും സ്റ്റോക്ക് ഇല്ലാത്ത സാഹചര്യം വരെ ആയി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ആനുകൂല്യം കിട്ടുന്നത് ഇപ്പോൾ വാങ്ങുക. അതോടൊപ്പം തന്നെ സപ്ലൈകോ വഴിയും ആനുകൂല്യങ്ങൾ വാങ്ങാനുള്ള അവസരമുണ്ടായിരിക്കും. സപ്ലൈകോ വഴി സബ്സിഡി ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. പരമാവധി 10ഓളം സബ്സിഡി ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. സ്റ്റോക്ക് നിലവിലുണ്ട്. നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കൃഷി ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കർഷകർക്ക് വേണ്ടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പങ്കാളിത്തത്തോടെ സബ്സിഡി നിരക്കിൽ കാർഷിക ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ മാസം 25-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. 15-ാം തീയതി ആരംഭിക്കേണ്ടതായിരുന്നു. പക്ഷേ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണ് ഇത് വൈകിയിട്ടുള്ളത്. കാർഷിക ഉപകരണങ്ങൾ, അത് വൈദ്യുതിയിൽ പ്രവർത്തിപ്പിക്കുന്നവ അല്ലാത്തവ എല്ലാം തന്നെ നമുക്ക് സബ്സിഡി നിരക്കിൽ, അത് 40 മുതൽ 50% വരെ സബ്സിഡി നിരക്കിൽ. അതോടൊപ്പം തന്നെ കാർഷിക ഗ്രൂപ്പുകൾക്ക് പ്രത്യേക സബ്സിഡികളുണ്ട്. അപ്പോൾ ഈ ആനുകൂല്യം എല്ലാവരും പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. കൃഷി അല്ലെങ്കിൽ കാർഷിക അനുബന്ധ മേഖലയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഉപകരിക്കുന്ന വിവിധ സ്കീമുകളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കപ്പെടുന്നത്. പദ്ധതിയെപ്പറ്റി മറ്റ് വിശദാംശങ്ങൾക്കെല്ലാം അടുത്തുള്ള കൃഷിഭവനിൽ അന്വേഷിച്ചാൽ മതിയാകും. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, വിദ്യാസമ്പന്നത സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 25-ാം തീയതിയോടെ അപേക്ഷകൾ അവസാനിക്കുകയും ചെയ്യും. എത്രയും വേഗം അപേക്ഷകൾ വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. 8ാം ക്ലാസ് മുതൽ ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വരെ ആനുകൂല്യങ്ങൾ നൽകുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.